എന്തൊരു പ്രഖ്യാപനം അല്ലേ? ഗംഭീരം. ഈ വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ വാക്ക് പാലിക്കുക എന്ന് പറയുന്നത് അയാളുടെ ഏറ്റവും ഒരു ക്വാളിറ്റിയുടെ ലക്ഷണമാണ് നമ്മൾ എപ്പോഴും കണക്കാക്കാറുള്ളത്. ഏതായാലും കേരള സർക്കാർ ഇപ്പം വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അവർ വാക്ക് പാലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഫസ്റ്റ് മന്ത്രിസഭ തന്നെ വാക്ക് പാലിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തീരുമാനം അറിയിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് പോലും രോമാഞ്ചം ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മൾ ഈ മന്ത്രിസഭയുടെ ഭാഗമോ അല്ലെ മന്ത്രി ഭരണം മാറണം എന്നുള്ളതല്ലാതെ ആരും ആരുടെയും വക്താക്കളല്ല അല്ലായിരുന്നു. അപ്പോൾ പക്ഷേ നമ്മൾ ആ ഒരു പഴയ മന്ത്രിസഭയും ഇതിനെ തമ്മിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണ്. അതായത് പിണറായി വിജയന്റെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനവും വി ഡി സതീശന്റെ മന്ത്രിസഭ യോഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനം നടത്താറില്ല. അതിനുള്ള താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ പിന്നെ PRD മുഖേന കൊടുക്കുകയാണ്. പക്ഷെ ഇത് ഗംഭീരമാണ്. ആദ്യം തന്നെ 2 ഗ്യാരണ്ടികൾ, 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് 2 ഗ്യാരണ്ടി നടപ്പാക്കി. അതിലേറ്റവും വലുത് ഇത്രയും നാളും ഇവിടുത്തെ സൈബർ സഖാക്കളും BJPയും ട്രോളിക്കൊണ്ടിരുന്ന സൗജന്യ യാത്ര, സ്ത്രീകൾക്കുള്ള ബസ് യാത്ര, അത് ജൂൺ 15 മുതൽ നടപ്പാക്കുകയാണ്. അത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ബംഗാളിനും പിന്നെ തെലങ്കാനയിലും ഇത് തന്നെയുണ്ട്, കർണാടകത്തിലുണ്ട്, തമിഴ്നാട്ടിലുമുണ്ട്. ഇപ്പോൾ ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കേരളത്തിലും പുതിയ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് എങ്ങനെ നടപ്പാക്കുമെന്നത് സംബന്ധിച്ച് പിന്നാലെയായിരിക്കും അതിൻ്റെ വിവരങ്ങൾ വരിക. എന്താണെങ്കിലും വളരെ നല്ല ഒരു തീരുമാനം. ഇനി 10 കിലോമീറ്റർ ഉള്ളിൽ സൗജന്യ യാത്രയാണെങ്കിൽ അതാണെങ്കിൽ പോലും അത് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് പാലിച്ച് ഞാൻ നേരത്തെ എനിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളെ നാട്ടിൽ നിന്നൊക്കെയാണ് വീട്ടു ജോലിക്കായിട്ട് സ്ത്രീകളൊക്കെ പലരും വരുന്നത്. 10-24 കിലോമീറ്റർ ദൂരെ യാത്ര തന്നെ വരുന്നത്. അവർക്ക് സൗജന്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളതൊക്കെ പിന്നാലെയുള്ള കാര്യമാണ്. പക്ഷേ പറഞ്ഞ വാക്ക് അത് പാലിച്ചിരിക്കുന്നു. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജപ്പാൻ മോഡലിൽ, PV അൻവറിന്റെ ജപ്പാൻ അല്ല, ജപ്പാനിൽ മേഘങ്ങൾ വരും. അതെ ജപ്പാൻ അൻവറിന്റെ ബോട്ടല്ല, ജപ്പാൻ മോഡലിൽ. കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞിട്ട് അൻവറിനെ കുറിച്ച് പരാമർശം നടത്തിയില്ല. അൻവർക്ക് സത്യപ്രതിജ്ഞ ഇല്ലായിരുന്നു. എന്തോ അതിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കിടപ്പാണെന്ന്. ആയിക്കോട്ടെ. എന്താണെങ്കിലും ജപ്പാൻ മോഡലിൽ ഉള്ള ഒരു വയോജന നയം, പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നു. അത് വലിയ കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. അതായത് അതിന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജപ്പാനിലൊക്കെ അവർ ഏറ്റവും നന്നായിട്ട് ഇത് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നതും ഏറ്റവും നല്ല കെയറിങ് കൊടുക്കുന്ന അവിടുത്തെ പ്രായം ചെന്ന ആൾക്കാർ. അത് സ്വീഡനിൽ നമ്മുടെ ഒരു ചേട്ടൻ സ്വീഡനിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ആ നാട്ടുകാരിയാണ്, സ്വീഡിഷ് ആണ്. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും അവർ നിർബന്ധമായി ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകണം. അവർ പോകും. കാരണം അത്യാധുനിക സൗകര്യങ്ങളുള്ള, അത് സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണത്. ഇവർ പരിപാലിക്കാൻ. വീട്ടിൽ നിൽക്കണം, നിങ്ങൾ ഇങ്ങോട്ടോ, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ സർക്കാർ പറയുകയാണ്. ഇവിടുത്തെ പോലെയല്ല. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു പ്രത്യേക വയോജന നയം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ്. പിന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട 2 വിഷയങ്ങൾ, ഒന്ന് രക്ഷാപ്രവർത്തകർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതും ആശമാരെ എങ്ങനെ കാണുമെന്നും. ഇപ്പം നമ്മൾ അത് രക്ഷാപ്രവർത്തകരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി SIT രൂപീകരിച്ചിരിക്കുകയാണ്. അതായത് ശബരിമല രൂപീകരിച്ച പോലുള്ള SIT അല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിരിക്കുന്നത് ഇവരെ രക്ഷാപ്രവർത്തനം നോക്കാനാണ്. കാരണം ഗൺമാൻ വലിയ നീളമുള്ള ഒരു വടിയും കൊണ്ടുവന്ന് എല്ലാവരും ഈ പാവപ്പെട്ട സമരം ചെയ്യുന്ന കുട്ടികളെ തല്ലുന്നത് എന്ത് നിയമവിരുദ്ധമായ നടപടിയായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ജോലി, മുഖ്യമന്ത്രി ആരെങ്കിലും വന്നാൽ അതിനെ എതിർക്കുക, അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ തടയുക എന്നുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അതൊരിക്കലും പോലീസ് ചട്ടത്തിലോ പോലീസ് മാനുവലിലോ പറയാത്ത ഉപകരണമാണ്. അത് തന്നെ ഏറ്റവും വലിയ നിയമവിരുദ്ധം. രണ്ടാമത്തെ കാര്യം, ഇതിന് തെളിവില്ലെന്നും പറഞ്ഞാണ് ഇതുവരെ എല്ലാ തെളിവുകളും നമ്മുടെ നാട്ടിലെ മുഴുവൻ ടെലിവിഷനിൽ കണ്ട ഒരു സംഗതി. തെളിവില്ല എന്ന് പറഞ്ഞത് ഗംഭീര സംഭവം. സർക്കാരിന്റെ അടുത്ത് ഇതിനപ്പുറം നടക്കും. എന്താണെങ്കിലും ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ ഉദ്യോഗസ്ഥർ ടെർമിനേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ, നിർബന്ധമായും. കാരണം വധശ്രമത്തിന് കേസും വരും. മാത്രമല്ല ഇവന്മാരെ ഈ പെൻഷൻ കൊടുത്ത് പിരിച്ചുവിടല്ല, ഇവരെ ടെർമിനേറ്റ് ചെയ്യണം. നിർബന്ധ പെൻഷൻ കൊടുക്കരുത്. അതാണ്, പെൻഷൻ പോലും വാങ്ങരുത്. ഇവന്മാർ ആരനുഭവിച്ചു? രാജാവിനേക്കാൾ വലിയ രാജഭക്തി അണിച്ച് പിണറായി രാജാവിന് വേണ്ടി പടയോട്ടത്തിനിറങ്ങിയ ആൾക്കാർ. അവർ വിചാരിച്ചത് ഈ പിണറായി വിജയൻ തമ്പുരാൻ നാട് നീങ്ങുന്നതം വരെ ഇവിടെ അദ്ദേഹം തന്നെ ഭരിക്കും എന്നാണ് കരുതി. ആയുഷ്കാലം മുഴുവൻ അദ്ദേഹം ഉണ്ടാവും. ഞാൻ കാണുമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ തെങ്ങേറ്റക്കാരൻ കൊണ്ടാണ് വിചാരിച്ചോളെ അവസ്ഥ. അതെ, എന്തായാലും ഒരു കാര്യം ഉറപ്പായി, നല്ല നടപടി തന്നെ ഉണ്ടാകും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് അന്വേഷിച്ച് വീഴ്ച വരുത്തിയവർക്കെതിരെ വീണ്ടും നടപടി വേണമല്ലോ, അതുകൊണ്ടാകും. കാരണം ഇത് മാത്രമല്ല, അതായത് ഈ രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ്. ആ ക്രൈംബ്രാഞ്ചിനെതിരെ, ക്രൈംബ്രാഞ്ച് DYSP അടക്കമുള്ളവർക്കെതിരെ നടപടി വേണം. അത് ഉണ്ടാവുക തന്നെ വേണം. അത് എന്താണെങ്കിലും VD സതീശൻ പറഞ്ഞാണ്
ഞങ്ങൾ അങ്ങനൊന്നും എല്ലാം ഒന്നും മറക്കുന്ന കൂട്ടത്തിലല്ല, ഞങ്ങൾ ഇതൊന്നും പെട്ടെന്ന് മറക്കുന്ന. ഇത് പ്രതികാരം വീട്ടലല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നീതി നടപ്പാക്കലാണ്. നീതിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു സംഘം പോലീസുകാർക്ക് പിന്നെ ഈ നിയമം ബാധകമല്ല എന്നുള്ളതൊന്നുമില്ല, അവർക്ക് ദിവസം കാണിക്കാനും പറ്റും. അത് പിണറായിയുടെ കാലത്താണ്. പിണറായി എപ്പോഴും വിലപിക്കാറുള്ളത് എന്നെ അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ട് ലോക്കപ്പിലിട്ട് അടിച്ച് കൊന്നേ കള്ളാറിയാനും സാധ്യത ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ ചെയ്തൊന്നും കാണില്ലായിരിക്കും. എന്താണെങ്കിലും രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം നല്ല പണി വരുന്നുണ്ട്, ചെറിയ പണിയൊന്നുമല്ല, നല്ല പണി തന്നെയാണ് വരുന്നത്. സർവീസിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാനുള്ള സാധ്യത വരെ ആയതുകൊണ്ട് തന്നെ കോംപ്രമൈസ് നടക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അതോ ജാതി സംഘടനപ്പെട്ട നേതാവിനെ കൊണ്ട് വിളിച്ച് പറയിച്ചിരുന്നെങ്കിൽ ഈ ഗവൺമെന്റ്മാർക്ക് രക്ഷപ്പെടാമായിരുന്നു. അതിന് നടക്കുന്ന സാധ്യത. അതുപോലെ ആശാ സമരക്കാരെ പന്തലിലെത്തി അദ്ദേഹം പറഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളത് എന്തായാലും ആദ്യ ഘട്ടമായിട്ട് 3000 രൂപ വർദ്ധിപ്പിച്ചു. ഇനി വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിപ്പോ താൽക്കാലികമായിട്ടൊരു ഇടക്കാല വർധനമാണ്. ഇതിന് ശേഷം വീണ്ടും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വീണ്ടും വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് വന്നു. അതിനൊപ്പം തന്നെ പ്രീ പ്രൈമറി അധ്യാപകരുടെ വേതനം, പ്രീ പ്രൈമറി അധ്യാപകർക്ക് 15000 രൂപ എങ്ങാണ്ടാണ് നിലവിലുള്ളത്. അപ്പോൾ അതിൽ അവരുടെ വേതനം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞു. അതും നിലവിൽ വന്നു. അതും വർദ്ധിപ്പിച്ചു. അതുപോലെ അംഗൻവാടി ജീവനക്കാർക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു. വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ് സത്യം പറഞ്ഞാൽ അംഗൻവാടി ജോലി. അംഗൻവാടിയിൽ വർക്കറും ഹെൽപ്പറും ആണുള്ളത്. വർക്കറെ നമ്മുടെ നാട്ടിൽ ടീച്ചർ എന്ന് വിളിക്കും. അത് ബാക്കിയുള്ളത് ഹെൽപ്പർ ആയമാരാണ്. അപ്പം ഇവരുടെ ഈ 1000 രൂപ വീതം വർദ്ധിക്കുന്നതോടെ അവർക്കും ഒരു കൈത്താങ്ങായിട്ടത് മാറും. ഒരു വർഷം 12000 രൂപ വർദ്ധിക്കുകയാണല്ലോ. അതുപോലെ സ്കൂൾ പാചക തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അവഗണന സഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയ പണി ചെയ്യുന്ന ആൾക്കാരാണ് സ്കൂൾ പാചക തൊഴിലാളികൾ. അവരുടെ കാര്യത്തിലും ഒരു തീരുമാനം ആയിട്ടുണ്ട്. അത് ഇത്രയും കാര്യങ്ങൾ ഇതിനെ ജനപ്രിയമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല സംസ്ഥാനത്തെ സാമ്പത്തിക ധവളപത്രത്തിനുള്ള നീക്കം ഉണ്ട്. ധവളപത്രത്തിനുള്ള നീക്കം വരുന്നുണ്ട്. അതുപോലെ അഡ്വക്കേറ്റ് ആസിഫ് അലിയെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് അത് നിയമിച്ചു. അദ്ദേഹം നേരത്തെ ഇരുന്ന UDF സർക്കാരിന്റെ കാലത്തുള്ള 10 വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരാള് അദ്ദേഹത്തെ അതെ അങ്ങനെ. അതുപോലെ അഡ്വക്കേറ്റ് ജനറലായിട്ട് ജയ്ജി ബാബു സീനിയർ അഭിഭാഷകനാണ്, ഹൈക്കോടതി സീനിയർ അഭിഭാഷകനാണ്. അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും വളരെ ആയി മാറിയിട്ടുള്ള തീരുമാനങ്ങൾ എന്താണോ ഇവിടെ നടപ്പാക്കില്ല എന്ന് BJPയും CPM-ഉം അടങ്ങുന്ന പ്രതിപക്ഷം വിചാരിച്ചിരുന്നത് അത് തന്നെ വരുന്നു. ഇനി ഇതിന്റെ പിറകെ ഇനിയിപ്പം അതുപോലെ പിന്നെ നിയമസഭ 21-ന് ചേരുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരുന്നു. കോട്ടയം സ്പീക്കറായിട്ട് ജി സുധാകരനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ 29-നാണെന്ന് തോന്നുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. അതിനുശേഷം ബജറ്റ് വീണ്ടും ഉണ്ടാവും. അത് എന്താണെങ്കിലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ടീം സതീശൻ മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി സതീശൻ അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പ്രൊഫഷണലിസം വന്നിട്ടുണ്ട്. ഏതായാലും ഇന്നത്തോട് ഇതുപോലെ മനസ്സിലായി പ്രൊഫഷണലിസം വന്നു. മാത്രമല്ല അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം അദ്ദേഹം ആദ്യം മലയാളത്തിൽ പറയാൻ മാത്രമല്ല അടുത്ത ഇംഗ്ലീഷിലും അദ്ദേഹം ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ ന്യൂസ് എയ്ഡ്സ് ANI PTI പോലെയുള്ള ആൾക്കാർ പറഞ്ഞു വി വാണ്ട് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ പുള്ളി പറഞ്ഞു ചോദിച്ചോളൂ, ആയിക്കോട്ടെ. അതിന് അദ്ദേഹം കൃത്യമായ മറുപടി. പിണറായി വിജയൻ വന്നിരുന്ന് PRD എഴുതി കൊടുക്കുന്നത് അല്ലെ പ്രസ് സെക്രട്ടറി എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന പോലെ അല്ല, വളരെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി. അല്ല, അവിടെ ചോദ്യം ചോദിക്കാൻ പ്രത്യേക ആൾ അവിടെ ഇരുത്തിയിട്ടുണ്ടല്ലോ. അവർ മാത്രം ചോദിച്ചാൽ ഉത്തരം പറയുള്ളൂ. അവർ ചാടിയ ചോദ്യം ചോദിച്ചോളൂ. അതെ, ഉത്തരം അദ്ദേഹം മേശയിൽ നിന്ന് എടുക്കും. നേരത്തെ ഉത്തരം അങ്ങ് വായി. അതിന്റെ ചോദ്യം ഇവരുടെ കയ്യിലായിരിക്കും. അതായിരുന്നു പിണറായി വിജയന്റെ രീതി. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സതീശനോട് ചോദ്യം ചോദിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുകയും ചെയ്തു. അദ്ദേഹം ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം, വളരെ ഊർജ്ജസ്വലനായ, വളരെ മിടുക്കനായ, വളരെ കഴിവുറ്റ ഒരു അതായത് ഇപ്പം നമുക്കറിയാം രേവന്ത് റെഡ്ഡിയും DK ശിവകുമാറും ഒക്കെ പോലെയുള്ള ഒരു സൗത്തിന് ഇപ്പം വിജയ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം വേറൊരു കാര്യവും പറഞ്ഞു. ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങളുണ്ടല്ലോ, അതായത് വാഹനങ്ങളുടെ മോഡിഫിക്കേഷൻ, അതാണ് ജെൻസി പിള്ളേരെ സത്യത്തിൽ അത് വോട്ടായി എന്നുള്ളതാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അത് പറഞ്ഞത്. മോട്ടോർ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന് അനുകൂലമായിട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞ് അത് വോട്ടായി മാറി, ജെൻസിന്റെ വോട്ടായി മാറിയത്. ജെൻസികൾ കഴിഞ്ഞ ദിവസം എല്ലാം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അതാണ്. അങ്ങനെ എന്താണെങ്കിലും വളരെ ജനപ്രിയമാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്നിട്ടുള്ള വാർത്താ സമ്മേളനം നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നു. ഈ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ ഇനിയും നമ്മൾ കാത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ പുതിയ തീരുമാനങ്ങൾ അറിയുന്നതിന് വേണ്ടി.